ആരെങ്കിലും ജ്യോതിഷം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത്, അവർക്ക് മലയാളം വായിക്കാനും എഴുതാനൊക്കെ അറിയുമെന്നുള്ള ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരാദ്യമായിട്ടും ഇതുവരെയ്ക്കും ജ്യോതിഷപരമായിട്ട് യാതൊരു കാര്യങ്ങളും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പുസ്തകമാണ് ജ്യോതിഷ ഗുരുഭൂതൻ. ഇത് വിദ്യാരംഭം പബ്ലിഷ് ചെയ്യുന്നതാണ്. വിദ്യാരംഭത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. ഇത് ബേസിക് പുസ്തകമാണ്. ജ്യോതിഷത്തിൻ്റെ ആദ്യാവസാനം ഇവിടുന്ന് തുടങ്ങും. ഏറ്റവും ആദ്യത്തെ തറപറ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് അവസാനം വരെ എന്ന് പറയാം. പക്ഷേ എന്നാലും തറപറ ഇവിടുന്ന് തന്നെയാണ് തുടങ്ങുക, വേറെ എവിടെയും ഇല്ല. അപ്പം മലയാളത്തിൽ ജ്യോതിഷം പഠിക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം വാങ്ങുക. 200 രൂപയെന്ന് വരെയുള്ളൂ. ഇത് വിദ്യാരംഭം പബ്ലിക്കേഷനാണ്. വിദ്യാരംഭത്തിൻ്റെ ഏത് ബുക്ക് സ്റ്റോളിലും കിട്ടും. ജ്യോതിഷ ഗുരുഭൂതൻ KC കേശവപിള്ള എഴുതിയിട്ടുള്ളതാണ്. ഇത് അദ്ദേഹം എഴുതിയിട്ടുള്ളതെന്നാണ്. ഏത് കൊല്ലത്തിലാണ് എഴുതിക്കുന്നത്? ഇത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇപ്പോൾ 2020 എഡിഷനാണ്. 32ാമത്തെ എഡിഷൻ, 32nd എഡിഷനാണ്. 32ാമത്തെ എഡിഷൻ, അതായത് 32ാമത്തെ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കധികം ഫേമസ് ആണ്. 32nd എഡിഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒക്ടോബർ 2020 എഡിഷനാണ്. അപ്പോൾ അത് അത്രയും പഴയ പുസ്തകമാണ്. അപ്പോൾ ആരുമാണ് ജ്യോതിഷം പഠിക്കണമെങ്കിലും ഇന്നത്തെ കാലത്ത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഈ ജ്യോതിഷ ഗുരുഭൂതൻ വാങ്ങുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനോടൊപ്പം തന്നെ ഒരു മാതൃഭൂമി പഞ്ചാംഗം വാങ്ങുക. അപ്പോൾ ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വഴിയ കാര്യങ്ങൾ തന്നെ മനസ്സിലായിക്കോളും. പിന്നെ ജ്യോതിഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു സാധാരണ സംഭവമാണ്. ഒരു സാധാരണ ഏത് വിഷയം പഠിക്കുന്ന പോലെ അത്ര തന്നെ ഇതിന് വിഷമമുള്ളൂ. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ സംഭവം പോലെ സാധാരണ ഇന്നത്തെ കാലത്ത് ഞാനൊക്കെ പഠിച്ചത് 1996 അതെവിടുന്ന ഭാരതീയ വിദ്യാഭവൻ ദില്ലി 96. എത്ര കൊല്ലം മുമ്പെന്ന് വിചാരിച്ചോളൂ, 1996. അപ്പോൾ അത്രയും പഴയ കാലത്ത് ഞാൻ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. കേരളത്തിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എന്താ പറയുക, ദില്ലിയിലും ബോംബെയിലും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടാവും. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. ഞാൻ മലയാളത്തിലല്ല പഠിച്ചത്. പിന്നെ ഞാൻ മലയാളത്തിനൂടെയും ഞാൻ സ്വന്തമായിട്ടും മലയാളീകരിച്ചു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ കൂടി ഈസിയാവും. നമ്മൾ പഠിക്കണത് മലയാളത്തിൽ തന്നെയാണ്. ബേസിക് മുതൽ വെച്ചിട്ട് കുറേ കൂടി ഈസി ആയിരിക്കും. ഞങ്ങളൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിച്ചത് പിന്നെ വീണ്ടും മലയാളീകരിച്ചതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഏത് ഭാഷയിലും പഠിക്കണമെങ്കിൽ 3 ഭാഷയിലും പ്രാവീണ്യം ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. അത് ഇംഗ്ലീഷ് ഹിന്ദിയിലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മലയാളത്തിൽ വായിക്കാൻ മനസ്സിലാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ബേസിക് മലയാളികളാണെങ്കിൽ മലയാളത്തിൽ പഠിക്കുകയാണ് നല്ലത്. ജ്യോത്സ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോടും പറയാനും മലയാളത്തിലാണ് ഈസി. ഞാൻ ദില്ലിയിലൊക്കെ ആയ കാരണം കൊണ്ട് എനിക്ക് പലരോടും ഹിന്ദിയിൽ സംസാരിക്കേണ്ടി വരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ പഠിച്ചതും ഹിന്ദിയിലാണ്, ഇംഗ്ലീഷിലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉപകാരം ഉണ്ടായിരുന്നു. ഇപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ഈ ജ്യോത്സ്യം അപ്പോൾ അതുപോലെ ചാർട്ടുകൾ 3 രീതിയിൽ നോക്കാൻ പറ്റും. അതായത് മറ്റേ സൗത്ത് ഇന്ത്യൻ ചാർട്ടും പറ്റും, നോർത്ത് ഇന്ത്യൻ ചാർട്ടും പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഹിന്ദിയിലും ഇതൊക്കെ പഠിച്ച കാരണം എനിക്ക് നോർത്ത് ഇന്ത്യൻ ചാർട്ട് നോക്കാൻ പറ്റുന്നത്. അത് നോർത്ത് ഇന്ത്യൻ ചാർട്ട് വേറൊരു ഭാഷ ഉണ്ടാവുക. അപ്പോൾ ആ ഭാഷയിലേക്ക് കാരണം സൗത്ത് ഇന്ത്യൻ ചാർട്ടിൽ നിന്ന് അങ്ങോട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് വിഷമം ഉണ്ടാവും. അപ്പോൾ അത് ഞാനത് പഠിച്ച കാരണം കൊണ്ട് എനിക്ക് നോർത്തും സൗത്തും ഒരുപോലെ അറിയാം. അത് നോർത്ത് ഇന്ത്യൻസായിട്ട് ഹാൻഡിൽ ചെയ്യാനാണോ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻസായിട്ട് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആവശ്യവും വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്നനുസരിച്ചിട്ട് അതനുസരിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യൻ ആവശ്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, വ്രതം, പൂയം ഇങ്ങനെയാണ് നമ്മുടെ മലയാളത്തിൽ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഹിന്ദിയിൽ വരുമ്പോൾ അത് അശ്വിനി, ഭരണി, കൃത്തിക,
രോഹിണി, മൃഗശീര എന്ന് പറഞ്ഞിട്ട് അതിൽ വാക്കുകളിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അതും ഒരു വലിയൊരു വ്യത്യാസം തന്നെയാണ്. അപ്പം അത് ഓരോന്നും മൃഗശീര, പുനർവസു, പുനർവസു, പുഷ്യ, പൂയത്തിന്, അശ്ലേഷ, ഐല്യം, മകത്തിന് മകൻ തന്നെ, പൂരത്തിന് മറ്റേ പൂർവാഷാഢ, പിന്നെ അതുപോലെ ഉത്തരാഷാഢ, അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒപ്പം തന്നെ രണ്ടും പഠിക്കേണ്ടി വരും. ഞാനൊക്കെ അന്ന് രണ്ടും അതുപോലെ പഠിച്ച കാരണം എനിക്ക് രണ്ടും ഒരു ഹിന്ദിക്കാരൻ വന്നാലും ഒരു മലയാളി വന്നാലും എനിക്ക് ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാവർക്കും അതിൻ്റെ ആവശ്യം വരുന്നില്ല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവനവൻ്റെ ആവശ്യമനുസരിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പറഞ്ഞ ജ്യോതിഷ ഗുരുഭൂതൻ ആദ്യം വായിക്കുക. സാധാരണ സിമ്പിൾ ബുക്കാണിത്. ഇത് കുറേ ഞാൻ പറഞ്ഞില്ല, ഇത്ര 2020 എഡിഷൻ എന്ന് പറഞ്ഞാൽ 32ാമത്തെ എഡിഷനാണ്. 32ാമത്തെ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചാണ്, റീപ്രിൻ്റാണത്. അപ്പോൾ അത് എത്രയോ കാലം മുമ്പ്, ആദ്യം ഇറങ്ങിയത് ഓൾമോസ്റ്റ് കുറേ കാലം മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ്. ആദ്യം ഇറങ്ങിയത് എപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് വിദ്യാരംഭത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ വിദ്യാരംഭത്തിലോ വേറെ ഏതെങ്കിലും വിദ്യാരംഭത്തിൻ്റെ ഏതെങ്കിലും ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടിക്കോളും. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലുള്ളവർക്ക് പഠിക്കാനായിട്ട് ഒരു എളുപ്പമാണ്. പിന്നെ അതുകൂടാതെയും പലരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പല ആൾക്കാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ പുസ്തകങ്ങൾ കിട്ടി ഈ ജ്യോതിഷത്തിൽ എത്ര കണ്ട് നിങ്ങൾ വായിച്ചോ അത്ര കണ്ട് അറിവ് കൂടും. ഏത് കാര്യമാണെങ്കിലും വായിച്ച് അറിവ് കൂട്ടാൻ വായന തന്നെയുള്ളൂ. ഒരേ സംഭവം തന്നെ വീണ്ടും 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 വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ കാണുമ്പോൾ തന്നെ ഇതൊക്കെ വായിച്ചാണെന്നും പക്ഷെ അങ്ങനെ വിചാരിക്കണ്ട. വീണ്ടും വായിക്കും തോറും വീണ്ടും ഓർമ്മ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് എത്ര കണ്ട് വായിക്കുന്നോ അത്രയും നല്ലതാണ്. അത് തന്നെ വീണ്ടും അത് മലയാളത്തിൽ വായിച്ചു തന്നെ ഹിന്ദിയിൽ വായിക്കുന്നു, അത് തന്നെ ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഇതൊക്കെ ആകുമ്പോഴും നമുക്ക് അത്രയധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 നമുക്ക് മനസ്സിലാകുവാണ്. പിന്നെ ബേസിക്കലി വേറെ ഒന്നുമില്ല, ഓരോ ഗ്രഹങ്ങളിലെ മൂവ്മെൻറ്റ് പഠിക്കണം. ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങളിലെ മൂവ്മെൻറ്റ് തന്നെ. സൂര്യൻ ഒരു ദിവസം 1 ഡിഗ്രിയാണ് മൂവ്മെൻറ്റ് ചെയ്യുക. അതായത് ഒരു മാസത്തിൽ 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം ഉണ്ടാവുക. അപ്പോൾ 30-31 ദിവസം അനുസരിച്ച് സൂര്യൻ്റെ മൂവ്മെൻറ്റ് 30-31 ആയിരിക്കും. അപ്പോൾ അത് ഓരോ രാശി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ രാശിയുടെ അത് എല്ലാ ദിവസങ്ങളും നമുക്ക് സൂര്യൻ്റെ മൂവ്മെൻറ്റും നമുക്ക് ശ്രദ്ധിക്കണം, ഗുരുവിൻ്റെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കണം. ഇതിന് നമ്മൾ പറയാം ട്രാൻസിറ്റ് എന്ന് പറയാം. ചാരവശാൽ എന്ന് പറയുന്ന സംഭവമാണ് ഈ ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റ്. ചാരവശാൽ ഇതൊക്കെ ചാരം എന്ന ട്രാൻസിറ്റ്. അപ്പോൾ ട്രാൻസിറ്റ് പഠിക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഓരോ സമയത്തും ഓർമ്മ ഉണ്ടാവണം ഇപ്പോൾ ഈ നേരത്തെ ഗ്രഹം എവിടെ ഇരിക്കണമെന്ന്. ഇത് ജ്യോതിഷത്തിൽ പ്രധാന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓൾവേസ് ഓർമ്മ വേണം ഇന്ന ഗ്രഹം ഇന്ന രാശിയിൽ ഇന്ന നേരത്തിരിക്കുന്നു. അത് എല്ലാ നേരത്തും നമുക്ക് ഓർമ്മ വേണം. ആരെന്ത് ചോദിച്ചാലും പറയാൻ നേരത്തെ ഓർമ്മ വേണം. ഇപ്പോൾ ഗുരു എവിടെ ഇരിക്കണ ഇന്ന രാശിയിൽ, മറ്റേ ശനി എവിടെ ഇരിക്കണ ഇന്ന രാശിയിൽ, അതുപോലെ തന്നെ വ്യാഴം സൂര്യൻ എവിടെ ഇരിക്കണ ഇന്ന രാശിയിൽ. ഇത് ഓട്ടോമാറ്റിക്കലി ഓൾവേസ് നമുക്ക് കാണാപ്പാടായിരിക്കണം. ഈ ഓൾമോസ്റ്റ് നവഗ്രഹങ്ങളുടെ എവിടെ ഇരിക്കണം എന്നുള്ള എപ്പോഴും നമ്മുടെ തലച്ചോറിലും ഉണ്ടായിരിക്കണം. ഇതാണ് ജ്യോതിഷത്തിൻ്റെ മെയിൻ പ്രധാനം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങളല്ല നമുക്ക് എല്ലായ്പ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മൾ ഇപ്പോൾ ഗ്രഹങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്, ഏത് ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നത്, സൂര്യൻ്റെ രാശിയിലിരിക്കുന്നു, ചന്ദ്രൻ്റെ രാശിയിലിരിക്കുന്നു, ചൊവ്വൻ്റെ രാശിയിലിരിക്കുന്നത് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളിൽ ഏത് രാശിയിലിരിക്കുമ്പോഴാണ് ഉച്ചസ്ഥനാവുക, ഏത് രാശിയിലിരിക്കുമ്പോഴാണ് നീചസ്ഥനാവുക, എത്ര ഡിഗ്രിയിലാണ് ഉച്ചസ്ഥൻ, എത്ര ഡിഗ്രിയിലാണ് നീചസ്ഥൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾവേസ് കണ്ട് ചീമ്പിയിട്ട് അറിയണം. ഓൾവേസ് എപ്പോഴും ഇതിന് പ്രത്യേകിച്ചൊന്നും ഒരു പ്രത്യേക ക്ലാസ് ഓർമ്മയുണ്ടാവണം. ഇത് ഓർമ്മയിൽ നിന്ന് തന്നെ പറയേണ്ടി വരും. സൂര്യൻ മേടത്തിൽ 10 ഡിഗ്രി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചത്തിലാണ്, തുലത്ത് 10 എന്ന് പറഞ്ഞ നീചനാണ്. ഇതൊക്കെ ഓൾവേസ് ഓർമ്മയുണ്ടായിരിക്കണം. അതായത് നമ്മൾ ഏത് നേരത്തും രാത്രി ഉറക്കത്തിൽ വിളിച്ചാൽ
ഇത് തുലാത്തിലാണ് സൂര്യൻ 10 നീചമാണ്, ഉച്ചത്തിലാണ് മേടത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളിലും, അതുപോലെ ചന്ദ്രൻ്റെ, ചൊവ്വയുടെ നീചണ്ടായിരിക്കുക, ചൊവ്വയുടെ ഉച്ചണ്ടായിരിക്കുക, ഇതൊക്കെ എല്ലാ ഗ്രഹങ്ങളും ഈ നവഗ്രഹങ്ങളുടെയും അറിഞ്ഞിരിക്കണം. ഇതെപ്പോഴും എപ്പോഴും നമ്മുടെ തലച്ചോറിലുണ്ടായിരിക്കണം, അറിഞ്ഞിരിക്കും വേണം. അതിപ്പോൾ ഇങ്ങനെ ആസ് ഇറ്റ് ഈസ് പറയണമെന്ന് നിർബന്ധമില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഓരോ കാര്യങ്ങളും ഇതിപ്പോൾ ഒരു എല്ലാ നേരത്തും ഒരു മറ്റെന്താ പറയുക, ഇവാലുവേഷനും ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമല്ല. ഒരു കാര്യം ഓർമ്മിച്ചിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ ഓർമ്മിച്ചാലും ആലോചിച്ചാലും ഓർമ്മ വരണം. അത്രയ്ക്കധികം പഠിച്ച് നമ്മൾ നൈപുണ്യമായിരുന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊന്നും അറിഞ്ഞില്ല പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും ഏത് കാര്യം ചോദിച്ചാലും ആ നേരത്തെ നമുക്ക് ഓർമ്മിച്ച് പറയാൻ കഴിയുണ്ടാവണം. അല്ലാത്ത പക്ഷം വലിയ വിഷമമാണ്. ജ്യോതിഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ കാണാപ്പാടറിയണം. ഇതിന് വേണം ആ നേരത്തെ പോയിട്ട് അവിടെ ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാര്യം ആരും പറയാൻ പറ്റില്ല. ആര് ചോദിച്ചാലും നമുക്ക് അപ്പോഴേക്ക് ഉടനടി മറുപടി വേണം. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള. അപ്പോൾ ആ മറുപടി ഉടനടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു അംഗീകരിക്കുള്ളൂ മറ്റുള്ളവർ. ഞാൻ നോക്കിയിട്ടെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞാട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമില്ല. ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ ഗ്രഹം ഇന്ന സ്ഥലങ്ങളിലായിരിക്കണ, ഇപ്പം ഇന്ന സമയം ഇന്ന ഡിഗ്രിയാണ്, ഇത്ര കണ്ട് നീങ്ങിയിട്ടായിരിക്കണ, അത് എത്ര കണ്ട് അത് ഓരോ ഗ്രഹങ്ങളിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് ആര് വന്ന് ചോദിച്ചാലും പറയണം. ജ്യോത്സ്യത്തിൽ മെയിൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾ ഗ്രഹനില നോക്കാൻ വന്നാൽ ഉടൻ തന്നെ അയാളുടെ ഗ്രഹനില തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയണം ഈ ഗ്രഹങ്ങളൊക്കെ ഏത് രാശിയിലൊക്കെ ഇരിക്കണമെന്ന്. ആ ചിത്രം നോക്കിയാലേ അറിയാൻ പറ്റും. ഓരോരോ രാശികൾ നമുക്ക് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും ജ്യോത്സ്യം പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാ രാശികളും എല്ലാ ഗ്രഹങ്ങളും കാണാപ്പാടായിട്ട് മനസ്സിലാവും. അയാൾക്ക് അതിന് പ്രത്യേകിച്ച് പിന്നെ അതാണ് ഈ ആദ്യം പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ആ നേരത്ത് ഇയാൾ മറ്റേ പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കുന്ന നേരത്തെ പഠിക്കലില്ല. പഠിച്ചു കഴിഞ്ഞേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞ് നല്ലോണം പഠിച്ചു കഴിഞ്ഞ് കാണാപ്പാടായിട്ട് മൊത്തമായിട്ടും നമുക്ക് നന്നായിട്ട് അറിയണം. ഇന്ന രാശി ഇന്ന രാശിയിൽ ഗ്രഹം ഇരിക്കണു, ഇന്ന രാശിയിൽ നീചനായിരിക്കണു, ഇന്ന രാശിയിൽ ഉച്ചനായിരിക്കണു, ഇത് ഇത്ര ഡിഗ്രിയിലായിരിക്കണത്, ഇത്രയധികം കാര്യങ്ങളൊക്കെ തന്നെത്താൻ അറിഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ മാത്രമേ ജ്യോത്സ്യനാവാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ എല്ലാവർക്കും ജ്യോത്സ്യനാവാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ ലോകത്ത് എത്രയോ ആൾക്കാർക്ക് ജ്യോത്സ്യത്തിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് അറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ബിറ്റ്സ് ആൻഡ് പീസസ് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് ജ്യോത്സ്യം പറയണമെങ്കിൽ ജ്യോത്സ്യം ഫുള്ളായിട്ട് അറിയണം. ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമില്ല. ഈ ഇതന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 9 ഗ്രഹങ്ങളും 12 രാശിയും മറ്റേ നവഗ്രഹങ്ങളും 12 രാശിയും 27 നക്ഷത്രം തമ്മിലുള്ള വേറെ ഒന്നുമില്ല ജ്യോതിഷത്തിൽ. പിന്നെ മെയിനായിട്ട് രണ്ടാമത്തത് ജ്യോതിഷത്തിലെ രണ്ടാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനും കൂടിയുള്ള രണ്ടുപേരുടെയും ലോങ്ങിറ്റ്യൂഡുകൾ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. സൂര്യനും ചന്ദ്രനും ലോങ്ങിറ്റ്യൂഡിന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓരോ ദിവസവും നമുക്ക്